بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ, നാദാ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ. ഇതൊരു സംവാദമാണ്, സ്നേഹ സംവാദമാണ്, സത്യാന്വേഷണത്തിനുള്ള ഒരു ഉദയാസ്തമയ ആശയ വിനിമയ യജ്ഞമാണ്. ഉദയാസ്തമയം എന്ന് ഞാൻ പറഞ്ഞത് പരിപാടി അനുസരിച്ച് 8 മണി മുതൽ 8 മണി വരെയാണ്. അങ്ങനെ ഈ ഉദയാസ്തമയ ആശയ വിനിമയ യജ്ഞത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്നെ നിങ്ങൾ പലർക്കും പരിചയം കാണുകയില്ല, അതുകൊണ്ട് 2 വാക്ക് ഞാൻ ആരാന്നും കൂടി പറഞ്ഞുകൊണ്ടുണ്ട്. ഏതാണ്ട് ഇതുവരെയുള്ള ആയുഷ്കാലം മുഴുവനും ഈ കമ്മ്യൂണിക്കേഷന്റെ പഠന അധ്യാപന നിർവഹണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. MA പരീക്ഷ പാസ്സായതിനു ശേഷം മാർ ഇവാനിയൂസ് കോളേജിലെ അധ്യാപകനായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അവിടെ 3 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചു. ഞാനിത് എടുത്തു പറയുന്നത് ആ കാലഘട്ടത്തിൽ ബൈബിളിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫാദർമാരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പല സജീവമായ ചർച്ചകളിലും പങ്കെടുക്കാനും എനിക്ക് കഴിഞ്ഞു. എന്നാൽ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഇസ്ലാമുമായിട്ടാണ്. മണക്കാട് വലിയ പള്ളിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. നിത്യേന കുട്ടിക്കാലം മുതലേ ബാങ്ക് കേട്ടാണ് ഞാൻ ഉണരുന്നത്. അവിടെ ബാങ്ക് വിളിക്കാൻ വരുന്നത് അന്ന് SME സ്കൂളിലെ അറബി മുൻഷിയായിരുന്ന ഒരു സാറാണ്. അദ്ദേഹം സൈക്കിളും ഹറിക്കെയിൻ ലേമ്പും ഞങ്ങളുടെ വീട്ടിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ബാങ്ക് വിളി കഴിഞ്ഞ് അവിടെ വന്ന് സംസാരിച്ചിരിക്കും, ചായയെല്ലാം കുടിച്ചാണ് പോകുന്നത്. അപ്പം അദ്ദേഹത്തിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പം ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ബൈബിളിൻ്റെയും ഖുറാൻ്റെയും ഏകദേശമായ ഒരു സ്വരൂപം എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. അത് വ്യക്തമാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് കോളേജിൽ അന്ന് കോളേജിലൊക്കെ സ്വകാര്യ കോളേജിൽ 150 രൂപയാണ് ശമ്പളം. അങ്ങനെ പിടിച്ചു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ് സർവീസിൽ പോയി. അവിടെ കമ്മ്യൂണിറ്റി പ്രോജക്റ്റിൽ ചെന്നപ്പോഴും ഈ ആശയവിനിമയത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന്. എന്താണ് പ്ലാനിങ്, എന്താണ് വികസനം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച്. അവിടെ നിന്ന് ഞാൻ വന്നത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ 30 വർഷം കമ്മ്യൂണിക്കേഷൻ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിൽ പ്രവർത്തിച്ചു. പല തട്ടുകളിലും പ്രവർത്തിച്ചു. 10 വർഷം അതിൻ്റെ മുഖ്യ ചുമതലക്കാരനായ ഡയറക്ടറായിരുന്നു ഞാൻ റിട്ടയർ ചെയ്തു. ഇതിനിടയ്ക്ക് പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു. അപ്പോൾ ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ആശയവിനിമയം സംബന്ധിച്ച പല കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുവാൻ അവസരമുണ്ടായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞാണ് പ്രസ് അക്കാഡമിയിൽ ഞാൻ ഡയറക്ടറായിട്ട് 3 വർഷം ഇരുന്നു. ഇങ്ങനെ പല ഞാനിത് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്നാൽ എന്താണ്, അതിൻ്റെ സ്വരൂപം എന്ത്, സ്വഭാവം എന്താണ്, അതിൻ്റെ പ്രവർത്തന രീതികൾ എന്താണ്, അതിൻ്റെ പ്രക്രിയ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ മതങ്ങൾ തമ്മിലുള്ള ആ ഒരു അനുരഞ്ജനം അതുണ്ടാക്കുന്നത് കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ അല്ലാഹുവിനെ വിശേഷിപ്പിക്കുന്നത് പരമകാരുണികനായ അല്ലാഹു എന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും പരമകാരുണികനായ യേശുക്രിസ്തു എന്നാണ്. ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരുണ്യം കൊണ്ട് മാത്രമേ, കരുണ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റൊരാളിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കൂ, വിശ്വാസത്തെ മാറ്റാനൊക്കെയുള്ളൂ, വീക്ഷണത്തിൽ വ്യത്യാസം വരുത്താനൊക്കെയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെയും നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ എല്ലാ തരത്തിലുള്ള വാദങ്ങളും ഞാൻ നിങ്ങൾക്കറിയാം, എല്ലാ തരത്തിലുള്ള സംവാദങ്ങളിൻ്റെയും ഈ ഒരു നിയാമക തത്വം എന്താണ്? പക്ഷം, പ്രതിപക്ഷം, സമന്വയം. ഇവിടെ പക്ഷങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പം ഇവിടെ ബൈബിളിലെ ദൈവീകത എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയതയാണോ, സ്പിരിച്വാലിറ്റിയാണോ ഉദ്ദേശിക്കുന്നത്, അതോ ദൈവ സാന്നിധ്യമാണോ, എന്താ കാര്യമെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല. എന്നാലും ബൈബിളിലെ ദൈവീകതയും ഖുറാനിലെ ദൈവീകതയുമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇരുഭാഗത്തിനെയും വിശ്വാസത്തിലും അനുഭവത്തിലും അധിഷ്ഠിതമായിട്ടുള്ള വളരെ ശക്തമായ വാദഗതികൾ ഉന്നയിക്കും. അത് വേണം. ഓരോ പക്ഷവും അവതരിപ്പിക്കുമ്പോൾ യുക്തിയോടുകൂടി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അത് നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കും, എല്ലാവരും ശ്രമിക്കും. അത് പക്ഷം. പിന്നെ പ്രതിപക്ഷം അതുപോലെ തന്നെ വളരെ സജീവമായിട്ടും
ഇതിന്റെ വിരുദ്ധമായിട്ടുള്ള യുക്തികളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? സമന്വയമാണ്. ഈ സമന്വയം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമന്വയമാണ്. മതമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വീണ്ടും ഗുരുദേവനെ ഉദ്ധരിക്കുകയാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, സർവ്വമതത്തിന്റെയും സാരമേകമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ ഈ മതം മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ ആത്യന്തികമായി ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികതയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ബൈബിൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എൻ്റെ പല പുസ്തകങ്ങളിലും ബൈബിളിലെ കൊട്ടേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഖുറാനിൽ നിന്നും പല പല ഉദ്ധരണികളും ഞാൻ എൻ്റെ ലേഖനങ്ങളിൽ ഒക്കെ എടുത്തു ചേർക്കാറുണ്ട്. അപ്പൊ ഇതിലെല്ലാം ഞാൻ ഈ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മാനവികതയുടെ പ്രകാശം ചൊരിയുന്ന മതങ്ങളായിട്ടാണ്, വേദഗ്രന്ഥങ്ങളായിട്ടാണ്. അപ്പൊ ആ മാനവികതയും അതുപോലെ തന്നെ ഈ ഒരു സമന്വയം മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇതിനകത്ത് വളരെയധികം പ്രാഗൽഭ്യം നേടിയിട്ടുള്ളവരാണ്. പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി പ്രിസൈസ്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വളരെ അടുക്കോടും ചിട്ടയോടും കൂടെ പ്രിസൈസായിട്ട്, അതിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ്സോടുകൂടി പ്രിസൈസായിട്ട് പറയണം. ഞാനിത് എടുത്തു പറയുന്നത് ഈ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ബോധ്യപ്പെടാതെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് കഴിയുന്നത് എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി ആവർത്തനം ഒഴിവാക്കണം. 1. 2, ഈ പ്രസംഗത്തിൽ ഇത്തിരി എരിവൊക്കെ വേണം. അതെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ അവതരിപ്പിക്കണം. പക്ഷേ ഈ വാക്കുകളെന്ന് പറയുന്നുണ്ടല്ലോ, ഈ വാക്കുകൾ, ഈ പ്രപഞ്ചം തുടങ്ങിയത് തന്നെ വചനത്തിൽ നിന്നാണ്. അപ്പൊ ഈ വചനങ്ങളെന്ന് പറയുന്നത്, വാക്കുകളെന്ന് പറയുന്നത്, അത് തേൻ മഴ പെയ്യിക്കുന്നതുമാണ്, തീ പടർത്തുന്നതുമാണ്. വാക്കുകൾക്ക് ഭയങ്കരമായി ശക്തിയുണ്ട്. അപ്പൊ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാത്ത തരത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ ആരും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇവിടെ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്ന് ഒരു തടസ്സം, അർത്ഥവിരാമം ഇടേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും, നിങ്ങളെല്ലാവരും വളരെ പ്രബുദ്ധരാണ്, ഉത്ബുദ്ധരാണ്. പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാം ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ പ്രാവീണ്യം നേടിയവരാണെന്ന് നിങ്ങളുടെ കഴിഞ്ഞ ചില ചർച്ചകളുടെ CD ഞാൻ കണ്ടു. അതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കി. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട്, കാരണം ഇവിടെ ഈ വിഷയം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, ബൈബിളിലെ ദൈവികതയും ഖുറാനിലെ ദൈവികതയുമാണ്. നമ്മൾ ഏതെങ്കിലും മൂർത്തിയെയോ ഏതെങ്കിലും ശക്തിയെയോ ഏതെങ്കിലും ദൈവത്തിനെയോ അല്ല പരാമർശിക്കുന്നത്. ഈ പുസ്തകങ്ങൾ, ദ സ്പിരിച്വാലിറ്റി ഇൻ ബൈബിൾ ഓർ ദി സ്പിരിച്വാലിറ്റി ഇൻ ഖുറാൻ. അപ്പൊ ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കണം. സംസാരിക്കുന്നവർ അധികം സമയമെടുക്കാതെ എല്ലാവർക്കും സമയം കൊടുക്കത്തക്കവണ്ണം സംസാരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുമല്ലേ, ഓരോരുത്തരും പാലിക്കേണ്ട സമയനിഷ്ഠയൊക്കെ ഇവിടെ വിതരണം ചെയ്ത ഈ കടലാസിലുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്ന 40 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ആദ്യത്തെ വിഷയം ബൈബിളിൻ്റെ ദൈവീകത. അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ ഇസ്ലാമിക വിഭാഗത്തിലെ ക്രൈസ്തവ ബൈബിളിൻ്റെ ദൈവികത അവതരിപ്പിക്കുന്നതിന് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രതിനിധികളെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഹാർദമായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മോഡറേറ്റർ അവർകളെ, ബഹുമാന്യനായ ശ്രീ അക്ബർ സാഹിബ്, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സദസ്യരെ, നിങ്ങളുടെ ഈ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ളൊരവസരം
സംജാതമായതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ പേര് വർഗീസ്. അതിലപ്പുറം ഒരു മുഖവരയ്ക്ക് പ്രത്യേകതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപോട്ട് പോകുന്നു. ഇത്തരം ഒരു സ്നേഹ സംവാദം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്ത നിച്ച് ഓഫ് ട്രൂത്ത് സംഘാടകരോടുള്ള അഗൈതവുമായ നന്ദിയും ബഹുമാനവും ഞാൻ ഇത്തരുണത്തിൽ അറിയിക്കട്ടെ. മതത്തിന്റെ പേരിൽ രക്തപങ്കിലമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമുഖത്ത് സ്നേഹത്തിന് മാത്രമാണ് സ്ഥാനമുള്ളതെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഈ ഉദ്യമം ഏറെ ശ്ലാഘനീയമാണ്. അതങ്ങനെ തന്നെ തുടരണം എന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു നിമിഷം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ ഞാൻ താൽപര്യപ്പെടുന്നു. നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ നമിക്കുന്നു. സർവത്തിന്റെയും സൃഷ്ടാതാവായ അങ്ങയുടെ കരങ്ങളിൽ ഏഴകളായ ഞങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൈകളിൽ ഇണങ്ങിയ ഉപകരണങ്ങളായിട്ട് അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കുകയും അങ്ങയുടെ ശബ്ദം ഈ പ്രിയപ്പെട്ടവർ കേൾക്കുവാൻ ഇന്ന് അവിടെ ഇടവരുത്തുകയും ചെയ്യണമേ. വാക്കുകളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. പുത്രനെ ഉയർത്തണമേ, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിളിന്റെ ദൈവികത വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബൈബിൾ എന്താണെന്ന് പറയാതെ ആ വിഷയത്തിലേക്ക് കടക്കുക അസാധ്യമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ബൈബിൾ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വലിയൊരു വിശദാംശത്തിലേക്ക് കടക്കാതെ എന്നാൽ അല്പം ലഘുവായ മുഖവരിയിലൂടെ മുൻപോട്ട് പോകുവാൻ ഞാൻ താൽപര്യപ്പെടുകയാണ്. ബൈബിൾ 1500 BC-ക്കും 425 BC-ക്കും എഴുതപ്പെട്ട പഴയ നിയമ പുസ്തകങ്ങളുടെ ഒരു സമാഹാരവും AD 45-നും AD 90-നും ഇടയിൽ എഴുതപ്പെട്ട പുതിയ നിയമം എന്നറിയപ്പെടുന്ന പുസ്തകങ്ങളുടെ ഒരു സമാഹാരവുമാണ്. അക്ബർ സാഹിബിന്റെ ചില പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബൈബിളിന്റെ ആ പേര് തന്നെ പുസ്തകങ്ങൾ എന്ന അർത്ഥം വരുന്നവയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ, പഴയ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. ചില അധ്യായങ്ങളും ചില വരികളും അരാമിക് ഭാഷയിലും ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമം കൊയിനെ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവ എഴുതപ്പെട്ടിരിക്കുന്നത് വർഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 39 പുസ്തകങ്ങളിലും 27 പുസ്തകങ്ങളും ചേർന്ന ഒരു സമാഹാരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഏകദേശ സമയ കണക്കും ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 29 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് പഴയ നിയമം, 10 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് പുതിയ നിയമം. ഇത് പറയുമ്പോൾ തന്നെ ഒരു വാക്ക് പറയാതെ മുൻപോട്ട് പോകാൻ സാധ്യമല്ല. പലരാൽ എഴുതപ്പെട്ട ഒരു പുസ്തകം അത് ദൈവികമാകുമോ എന്ന ഒരു ചോദ്യം പക്ഷേ ഉയർന്നേക്കാം. പലരാൽ പല സമയത്ത് കാലാന്തരങ്ങളിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം അതിന്റെ പ്രമേയം ഒരേപോലെയാകുമ്പോൾ, അതിൽ മാറ്റമില്ലാതെ തെറ്റുകളില്ലാതെ ആ പുസ്തകം ഇന്നും നിലനിൽക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ദൈവികതയിലേക്ക് വിരൽ ചൂണ്ടുകയാണെന്ന് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ബൈബിളിന്റെ ദൈവനിശ്വാസീയത. ബൈബിൾ ദൈവനിശ്വാസീയമാണെന്ന് വേദപുസ്തകം തന്നെ സമർത്ഥിക്കുന്നുണ്ട്. സമ്പൂർണമായും ദൈവത്താൽ നൽകപ്പെട്ട പുസ്തകവും സമ്പൂർണമായും മനുഷ്യനാൽ എഴുതപ്പെട്ട പുസ്തകവുമാണ് ബൈബിൾ. യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്നത് പോലെ തന്നെ ബൈബിൾ സമ്പൂർണമായും ദൈവത്താൽ നൽകപ്പെട്ടതും സമ്പൂർണമായും മനുഷ്യനാൽ രചിക്കപ്പെട്ടതുമാണെന്ന് മാത്രം ഞാൻ പറയുവാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ബൈബിളിന്റെ കാനോനികതയെ ചോദ്യം ചെയ്യുന്നതാണ് പിന്നീടുള്ള കുറെ സംശയങ്ങൾ. കാനോനികം എന്ന വാക്കിന്റെ അർത്ഥം അളവുകോൽ എന്നാണ്. ബൈബിളിലെ പുസ്തകങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് നൈസീൻ കൗൺസിലിന്റെ സമയത്താണെന്ന് പല സുഹൃത്തുക്കളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്.
അത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. ചരിത്രത്തിന് വിരുദ്ധമാണ് ആ പ്രസ്താവനകൾ. ബൈബിൾ ആരും വോട്ടിനിട്ട് തിരഞ്ഞെടുത്തതല്ല എന്നും അതിലെ പുസ്തകങ്ങൾ ആരുടെയും ഇടപെടലുകൾ കൊണ്ടുണ്ടായതല്ല എന്നും പറയുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. ആദിമ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കാനോൻ, യാഡ് സ്റ്റിക്, അളവുകോൽ വെച്ച് ബൈബിളിന്റെ പട്ടികയുടെ പൂർത്തീകരണം മാത്രമാണ് പലപ്പോഴും സമ്മേളനങ്ങളിലൂടെ നടന്നിട്ടുള്ളത് എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനവർ ഉപയോഗിച്ചിരുന്ന അളവുകോൽ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ആ പുസ്തകം ആരാധനയ്ക്കായിട്ടും അവരുടെ ജീവിതചര്യയുടെ നടപ്പിനായിട്ടും ഉപയോഗിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ആ പുസ്തകങ്ങൾക്ക് അപ്പോസ്തോലിക പാരമ്പര്യമുണ്ടായിരിക്കണം എന്ന് അവർ ശഠിച്ചിരുന്നു. മൂന്നാമതായിട്ട് ആ പുസ്തകങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരിക്കേണ്ടതാണ്. അവയുടെ സന്ദേശം ഏകമായിരിക്കണം എന്നും അവർ ഉദ്ദേശിച്ചിരുന്നു. ഈ അളവുകോലുകളുടെ മാനദണ്ഡത്തിലാണ് ബൈബിളിന്റെ കാനോനികത്വം നിലനിന്നിരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ മാനദണ്ഡം ഉപയോഗിച്ച് സഭാപിതാക്കന്മാർ ബൈബിളിൽ ഇന്ന് കാണുന്ന പുസ്തകങ്ങൾ മിക്കവാറും എല്ലാം തന്നെ അംഗീകരിച്ചിരുന്നു എന്നതിന് ധാരാളമായ തെളിവുകളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്ലെമന്റ്, ഇഗ്നേഷ്യസ്, പോളികാർപ്പ് തുടങ്ങിയ അനേകരുടെ കൃതികൾ നിങ്ങൾക്ക് ഈ ചരിത്രത്തിൽ കണ്ടുമുട്ടുവാൻ കഴിയും. 95 AD ജീവിച്ചിരുന്ന ക്ലെമന്റ്, റോമിൽ ജീവിച്ചിരുന്ന അദ്ദേഹം വേദപുസ്തകത്തിലെ മത്തായി, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ എബ്രായ ലേഖനമടക്കം പല അപ്പോസ്തല പ്രവൃത്തികൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. 1 തിമോഥെയോസ്, തീത്തോസ്, 1 പത്രോസ്, എഫേഷ്യസ് തുടങ്ങിയ അനേക ഉദ്ധരണികൾ അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന മാന്യദേഹം 115 AD ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ ധാരാളമായിട്ട് ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ പോളികാർപ്പിന്റെ എപ്പിസ്റ്റൽ, പോളികാർപ്പിന്റെ സന്ദേശങ്ങളിലും ഫിലിപ്പിയർ, മത്തായി, 1 പത്രോസ്, 1 യോഹന്നാൻ തുടങ്ങിയ വേദപുസ്തകത്തിലെ ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ കാനൂനികത്വം എന്ന് പറഞ്ഞത് ആരും സമ്മേളനം കൂടി വോട്ടിനെടുത്തെടുത്തതാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ദയവായി തിരുത്തുക. ചരിത്രം അതിനെതിരാണ്. ദൈവത്താൽ ആദിമ പിതാക്കന്മാർ അളവുകോൽ ദൈവം നൽകിയതനുസരിച്ച് തിരഞ്ഞെടുത്ത, അവർ മനസ്സിലാക്കിയ ഗ്രന്ഥങ്ങളാണ് കാനോനികത്വമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ യാതൊരു ബുദ്ധിയും ഉപയോഗിക്കാതെ, ദൈവം നൽകിയ അളവുകോൽ അനുസരിച്ച് അനേകർ ഉപയോഗിക്കാതെ, ആരെങ്കിലും ഒരു നാൾ സുപ്രഭാതത്തിൽ മരുഭൂമിയുടെ തലങ്ങളിൽ പൊട്ടിമുളച്ചിത് ദൈവത്തിന്റേതാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ അത് അബദ്ധമാകാനുള്ള സാധ്യത കൂടുതലാണെന്ന സത്യം ഈ തരുണത്തിൽ ഓർപ്പിക്കാതിരിക്കാൻ തരമില്ല. ബൈബിൾ അത് തിരുത്തപ്പെട്ടു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സാധാരണ കാണാറുണ്ട്. ബൈബിൾ തിരുത്തപ്പെട്ടുവോ? കേരളത്തിലെ പല വേദികളിലും ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ വാക്യം വേദപുസ്തകത്തിൽ തന്നെ ബൈബിൾ തിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നതാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രികളുടെ എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വേദപുസ്തകം തിരുത്തപ്പെട്ടതാണെന്ന് വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പ്രഖ്യാപനം സാധാരണ കാണാറുണ്ട്. ഇത് വേദപുസ്തകം തിരുത്തപ്പെട്ടതാണ് എന്ന് ആണോ അവിടെ പറഞ്ഞു വരുന്നത്? എന്താണ് ഇതിന്റെ കാര്യം? ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഒന്നാമതായിട്ട്, ആരെങ്കിലും ഒരു കള്ളപ്രവാചകൻ വേദപുസ്തകം തിരുത്തിയെന്ന് തന്നെ കരുതുക വാദത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാക്കി പകർപ്പുകൾ എവിടെയാണ്? ഇത് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന യെരമ്യാ പ്രവാചകൻ ഒരു പ്രവാചകനാണ്. അത്തരം എത്രയോ നൂറുകണക്കിന് കയ്യെഴുത്ത് പ്രതികൾ അന്ന് നാട്ടിൽ നിലവിലുണ്ട്. ആരും അതെല്ലാം ഒരുമിച്ച് കൂട്ടി തീയിട്ട് കത്തിച്ചിട്ടില്ല. അങ്ങനൊരു ചരിത്രം വേദപുസ്തകത്തിനില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യം യാതൊരു രീതിയിലും അംഗീകാരയോഗ്യമല്ല. 2, ഈ പുസ്തകം അഥവാ നശിപ്പിച്ചെന്ന് കരുതുക, വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ, കള്ള എഴുത്തുകോൽ കൊണ്ട് അത് നശിപ്പിച്ചെന്നും തിരുത്തിയെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ പറയുന്നത് ആരാ? യെരമ്യാ പ്രവാചകൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 36-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, യഹോയാക്കീം രാജാവ് യെരമ്യാവിന്റെ പ്രവചനങ്ങളെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ
യഹോവ തിരിച്ച് യിരെമ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്, ആ പ്രവചനങ്ങളെ നീ വീണ്ടും എഴുതുക. അങ്ങനെ യിരെമ്യാവിനെ കൊണ്ട് വീണ്ടും എഴുതിക്കുന്ന യഹോവ ഇവിടെയുള്ള കള്ളെഴുത്തുകോലുകൾ കൊണ്ട് വേദപുസ്തകത്തെ തിരുത്തിയാൽ വെറുതെ ഇരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. വീണ്ടും നാം യിരെമ്യാ പ്രവാചകന്റെ 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്റെ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പാൻ എന്നൊരു പദം നാം കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ നിന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് നാം ഈ പദം കാണുന്നത്. നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണത്തെ അനുസരിക്കാൻ ദൈവം പറയുമ്പോൾ അത് തിരുത്തപ്പെട്ടതാണെന്ന് പറയുന്നത് എത്രയോ മൂഢത്വമാണ്. ദാനിയേൽ യിരെമ്യാ പ്രവാചകന്റെ സമകാലികനാണെന്ന് നമുക്കറിയാം, ചരിത്രവും പറയുന്നുണ്ട്. ദാനിയേൽ യഹോവയുടെ വചനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് ദാനിയേൽ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ കാണാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ കാലശേഷം ഏതാണ്ട് 180 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്ന പ്രവാചകന്മാർ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണം തിരുത്തപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവായിട്ട് യഹോവ നൽകിയ ന്യായപ്രമാണത്തെ ഇവർ ആദരിക്കുന്നില്ല എന്നുള്ള മാത്രം കുറ്റം പറയുന്നതായിട്ട് കാണാൻ കഴിയും. യേശുക്രിസ്തു ന്യായപ്രമാണത്തെക്കുറിച്ചും യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരും ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നതിലൂടെ അന്നും ഇത് തിരുത്തപ്പെട്ടിട്ടില്ല എന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. യിരെമ്യാവിന്റെ ശത്രുക്കൾ പോലും ന്യായപ്രമാണം തിരുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞവരാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ പോലും അത് സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ന്യായപ്രമാണമോ ബൈബിളോ തിരുത്തപ്പെട്ടതല്ല. പ്രത്യുത കള്ളെഴുത്തുപോലെന്ന് പറഞ്ഞാൽ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ വേദപുസ്തക സത്യങ്ങളെ, ദൈവത്തിന്റെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിച്ച ഒരു കൂട്ടരെ അവർക്ക് വരുന്ന നാശത്തെക്കുറിച്ച് പ്രവചിക്കുക മാത്രമാണ് അവിടെ പ്രവാചകൻ ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു കാരണവശാലും ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് ഒരു മുസ്ലിം സഹോദരൻ ഒരിക്കലും പറയാൻ പാടില്ല. സൂറ 5:44 ഇതിന്റെ ഈ ദൈവവചനത്തിന്റെ ബൈബിളിന്റെ പ്രഖ്യാപനങ്ങൾ, ബൈബിളിന്റെ താളുകൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന, സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾ ഒരു കാരണവശാലും തിരുത്തപ്പെടരുത് എന്ന ആഗ്രഹം കൊണ്ട് നിങ്ങളിത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ചിലരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അവരങ്ങനെ സൂക്ഷിക്കാതിരിക്കുമെന്ന് ദൈവം അറിഞ്ഞില്ലെന്ന് പറയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിവില്ലാതെ പോയി എന്ന് നാം പറയേണ്ടതായിട്ട് വരും. സൂറ 6:107 അനീതിയാണെങ്കിലും ഈവിളാണെങ്കിലും നല്ലതാണെങ്കിലും അള്ളാഹു അറിയാതെ നടക്കുന്നില്ല, അള്ളാഹുവിന് അത് രണ്ടും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുന്നു. പിന്നെങ്ങനെ തന്റെ സ്വന്തം വചനങ്ങളെ തിരുത്താൻ അള്ളാഹു സമ്മതിക്കുന്നു? ബൈബിൾ തിരുത്തപ്പെടുവാൻ കഴിയുകയില്ല എന്ന് ഖുർആൻ സമ്മതിക്കുന്നുണ്ട്. സൂറ 6:34, സൂറ 6:115, സൂറ 3:84. ബൈബിൾ അപ്പടി തന്നെ ശരിയാണെന്ന്, അത് അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതാണെന്നും ബൈബിൾ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയുകയില്ലെന്നും ഖുർആൻ സമ്മതിക്കുന്നു. സൂറ 2:97-101, സൂറ 5:44, 46, 59, സൂറ 37-39, സൂറ 29-46. ക്രിസ്ത്യാനികളെ ഒരു കാരണവശാലും പകയ്ക്കരുത്, ഒരു കാരണവശാലും അവരുടെ പുസ്തകങ്ങളെ ദ്വേഷിക്കരുത് എന്ന് ഖുർആൻ സമ്മതിക്കുന്നുണ്ട്. സൂറ 2:285, സൂറ 5:15, സൂറ 4:180-152, സൂറ 21:53. ബൈബിൾ അനുസരിക്കേണ്ടതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സൂറ 4:136. ബൈബിൾ അനുസരിച്ച് ജീവിക്കണം എന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. സൂറ 5:47. ഒരു കാരണവശാലും ബൈബിൾ തിരുത്തപ്പെട്ടിട്ടില്ല എന്ന അർത്ഥം വരാവുന്ന രീതിയിൽ ഉള്ള അനേക സൂറകളുണ്ട്. സൂറ 41, 43, 44, സൂറ 5:48, സൂറ 7, 59, 63. ഒരു മുസ്ലിം ദൈവവചനം അനുസരിക്കേണ്ടത്, ബൈബിൾ അംഗീകരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം. ഒരു മുസ്ലിം ദൈവവചനം അംഗീകരിക്കേണ്ടതായിട്ടുണ്ടോ? എന്റെ എളിയ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ട്, തീർച്ചയായും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വേദപുസ്തകം തിരുത്തപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയ വേദപുസ്തകം
അത് തീർച്ചയായും അനുസരിക്കേണ്ട ബാധ്യത മുസ്ലിം സഹോദരന്മാർക്കുണ്ട്. അത് തിരുത്തപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് വീണ്ടും തെറ്റാണെന്ന് ഇപ്പറഞ്ഞ സൂറകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകം തിരുത്തിയെന്ന് പറയുവാൻ ഒരു മുസ്ലിം സഹോദരനും സാധ്യമല്ല, അത് അസാധ്യമാണ് എന്ന് ഈ സൂറകളിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. രണ്ടാമതായിട്ട്, വേദപുസ്തകം നൽകിയത് സർവ ലോകത്തിനും വേണ്ടിയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. സാധാരണ ഞാൻ ഈ വരികളിൽ കേൾക്കാറുള്ള ഒരു വാക്യം, മത്തായി സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഒരു സ്ത്രീയോട് യേശു ക്രിസ്തു, ഞാൻ വന്നത് ഇസ്രായേലിലെ ആളുകൾക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് സർവ്വലോകത്തിനു വേണ്ടിയല്ല എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തെ മുഴുവൻ നോക്കാതെ അവിടെയും ഇവിടെയും മാത്രം നോക്കി സന്ദർഭത്തിന് അതീതമായി അടർത്തിയെടുക്കുന്നതിന്റെ പ്രശ്നമാണ് അവിടെ നാം കാണുന്നത്. അതേ അധ്യായത്തിൽ തന്നെ, അതേ സംഭവത്തിൽ തന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ സ്ത്രീയെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു കള്ളമാണോ പറഞ്ഞത്? മനസ്സിലാക്കണം. പിന്നെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതേ പുസ്തകത്തിന്റെ ഒടുവിൽ നിങ്ങൾ ലോകത്തിന്റെ അറ്റം വരെ പോയി സുവിശേഷം അറിയിക്കണമെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിന് ഇഹലോക ജീവിതത്തിൽ അവൻ വന്നത് ഇസ്രായേലിലേക്കാണ്, അത് ഒരു തർക്കവുമില്ല, വാസ്തവമാണ്. എന്നാൽ ക്രൂശീകരണത്തോടെ യേശുക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി മാറുന്നതായിട്ട് വേദപുസ്തകം തന്നെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സർവ്വലോകത്തിലേക്കും പോയി സർവ്വജനത്തോടും സുവിശേഷം അറിയിക്കാൻ പറയുമ്പോൾ തന്നെ ഇസ്രായേലിലും യഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം പോയി പറയുവാൻ യേശുക്രിസ്തു പറയുന്നത് വെറുതെയല്ല. ചുരുക്കത്തിൽ യേശുക്രിസ്തു സാർവലൗകികനാണ്, സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്നവനായതുകൊണ്ട് ഏതൊരു മുസ്ലിം സഹോദരനും ബൈബിൾ അംഗീകരിക്കുവാൻ യോഗ്യമാണ് എന്ന് മാത്രം വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. തിരിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഖുർആൻ അംഗീകരിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് ബാധ്യതയുണ്ടോ? ഇല്ല. ഖുർആൻ അംഗീകരിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് ബാധ്യതയില്ല. കാരണം ഖുർആനെ കുറിച്ച് ഒരു വരി പോലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ ഖുർആനെ കുറിച്ച് ഒന്നും പറയാത്തോടത്തോളം കാലം തീർച്ചയായും ഖുർആൻ അന്വേഷിക്കുവാൻ ഒരു ക്രിസ്ത്യാനിയും ബാധ്യതയില്ല. എന്ന് തന്നെയല്ല, ഖുർആനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഖുറേഷി വർഗക്കാർക്ക് വേണ്ടി നൽകപ്പെട്ടതൊന്നായിട്ടാണ്. ഞാൻ കാണുന്ന വാക്യങ്ങൾ സൂറ 5 ആയത്ത് 48, സൂറ 7 59 63, സൂറ 42 7, സൂറ 14 4 5, സൂറ 20 113 114, സൂറ 22 67, സൂറ 34 44. അങ്ങനെ വന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ ഒരു മുസ്ലിം സഹോദരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ബൈബിൾ തിരുത്തപ്പെട്ടിട്ടില്ല എന്നും ബൈബിളിലെ സത്യങ്ങൾ അപ്പടി തന്നെ അംഗീകരിക്കേണ്ടതുമാണ്. ഇത്രയും പറഞ്ഞ് ഇതിന്റെ യുക്തിയിലേക്കും കൂടെ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഓടിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വേദപുസ്തകം തിരുത്താൻ യുക്തിസഹമായ അസാധ്യമാണ്. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ആരെങ്കിലും വേദപുസ്തകം തിരുത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? ആ പുസ്തകത്തിലുള്ള നല്ല കാര്യങ്ങളെ മാറ്റി അത് മോശമാക്കി ചിത്രീകരിക്കാനാണ് ആരും പുസ്തകം തിരുത്തുന്നത്. അതല്ലാതെ പുസ്തകം നന്നാക്കാൻ വേണ്ടി ആരും തിരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിലെ സന്മാർഗങ്ങളുടെ ഔന്നത്യം കണ്ടുകൊണ്ടാണെങ്കിൽ പോലും വേദപുസ്തകം തിരുത്തിയിട്ടില്ലെന്ന സത്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ തിരുത്തുകയാണെങ്കിൽ അത് ലൈംഗികതയുടെ അതിപ്രസരത്തിലേക്കോ ബഹുഭാര്യത്വ സമ്പ്രദായത്തിലേക്കോ അത്തരം നീചമായ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ അവിടെ എഴുതി ചേർക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും പറയാതെ വേദപുസ്തകത്തിൽ അത്യുന്നതമായ ധാർമ്മികമായ നിലവാരം എടുത്തു കാണിക്കുന്നതിലൂടെ തന്നെ വേദപുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല എന്ന സത്യം എത്രയോ വ്യക്തമാക്കിയിരിക്കുന്നു. വേദപുസ്തകം തിരുത്തിയതിന്റെ വലിയൊരു അടയാളമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ശാസ്ത്രീയ തെളിവ് ഒരു മുയൽക്കുട്ടിയെയാണ്. ആ മുയൽക്കുട്ടി പലപ്പോഴും വേദികളിൽ ചാക്കിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ കാണാറുണ്ട്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഈ മുയൽക്കുട്ടി അത് അയവിറക്കുന്ന ജീവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നു. അതുകൊണ്ട് ശാസ്ത്രീയ വെളിച്ചത്തിൽ ബൈബിൾ തെറ്റാണെന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്നത് കാണാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, താല്പര്യമുണ്ടെങ്കിൽ മുയലിനെ കുറിച്ച് ഒന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. മുയലിനെ കുറിച്ച് പറയുന്നത്, ഒന്നാമത് അവിടെ എഴുതിയിരിക്കുന്ന അയവിറക്കുക എന്ന വാക്ക് ഗേറ എന്ന വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം കുറഞ്ഞ ന്യൂട്രീഷൻ ലഭിക്കാവുന്ന വിധം വീണ്ടും ചവയ്ക്കുന്നു എന്ന വാക്കാണ് അതിന്റെ അർത്ഥം. ഡിക്ഷണറിയിൽ പോയി കണ്ടുപിടിക്കാവുന്നതാണ്, ഞാൻ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ
ഈ മുയൽക്കുട്ടി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? മുയൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കാഷ്ടിക്കും. കാഷ്ടിക്കുന്ന ആ കാഷ്ടം ഒരു തവിട്ട് നിറത്തിലുള്ള കാഷ്ടമാണ്. താൻ കഴിച്ച ഭക്ഷണം തവിട്ട് നിറത്തിൽ കാഷ്ടിച്ചതിന് ശേഷം അതേ ഭക്ഷണം വീണ്ടും ആ മുയൽക്കുട്ടി എടുത്തു കഴിക്കുന്നു. എന്നിട്ട് അതിലെ മുഴുവൻ ന്യൂട്രീഷനും ചവച്ചെടുത്തതിന് ശേഷം അതേ ഭക്ഷണത്തെ കറുത്ത കാഷ്ടമായി പുറന്തള്ളുന്നു. അയവറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്പം ചവച്ച് അല്പം ന്യൂട്രീഷൻ എടുത്ത് അതുള്ളിൽ സംഭരിച്ച് വിശ്രമിക്കുന്ന വേളയിൽ വീണ്ടും പുറത്തെടുത്ത് ചവച്ച് അതിന്റെ മുഴുവൻ ന്യൂട്രീഷൻ എടുത്ത് കാഷ്ടമാക്കുന്നതാണ് അയവിറക്കൽ. മുയൽ അയവിറക്കുവോ? അയവിറക്കും, സംശയമില്ല. ശാസ്ത്രം തന്നെ അതിന് തെളിവാണ്. ദയവായിട്ട് ഈ പാവപ്പെട്ട മുയൽക്കുട്ടിക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ബൈബിളിലെ ദൈവത്തിലേക്ക് ഞാൻ കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ബൈബിളിലെ ദൈവം ഇതാണ്. ബൈബിൾ വിശ്വസിക്കുന്ന ദൈവികമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഏക ദൈവം, ട്രൈ യൂണിറ്റി. ഈ സത്യം വേദപുസ്തകം പ്രഖ്യാപിക്കുമ്പോൾ അതൊരിക്കലും സാധ്യമല്ല. ഒന്ന്, വേദപുസ്തകത്തിൽ ആ പ്രഖ്യാപനമില്ല. എവിടെയും ത്രിയേകൻ എന്ന് പേരെഴുതിയിട്ടില്ല എന്ന് പറയാറുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്ന് പേരെഴുതിയിട്ടില്ല. അതുകൊണ്ട് എസ്തേറിന്റെ സമയത്ത് ദൈവം സാരസ്യമായിട്ട് പറഞ്ഞ് ഞാൻ ആ സത്യത്തിലേക്ക് ഒന്ന് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇത് പറയുവാൻ പലപ്പോഴും പ്രിയപ്പെട്ട അക്ബർ സാഹിബ് തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഒരു നിമിഷം. ക്ഷമിക്കണം. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ബൈബിൾ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആരും ഖുർആൻ പറയുന്നത് പോലെ 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. ബൈബിൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഒരു വട്ടം കൂടെ ഈ സദസ്സിൽ ആണയിട്ട് പറയുമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. പിന്നെന്താ ഈ ഏക ദൈവം അഥവാ ട്രൈ യൂണിറ്റി എന്ന് പറയുന്നത്? നാം മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ സാരാംശത്തിൽ ഏകത്വമായ, ആളത്വത്തിൽ 3ആയ ഏക ദൈവ വിശ്വാസത്തെയാണ് വേദപുസ്തകം തുറന്നു കാണിക്കുന്നത്. ഞാൻ ഖുറാന്റെ കാര്യമല്ല പറഞ്ഞത്, ബൈബിളിന്റെ കാര്യമാണ് പറഞ്ഞത്. ബൈബിൾ കാണിക്കുന്ന ദൈവം ഇതാണ്. സാരാംശത്തിൽ ഏകവും ആളത്വത്തിൽ 3ഉമായ ദൈവത്തെ വേദപുസ്തകം കാണിക്കുന്നു. ആ ദൈവം 3 അല്ല, 1 ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായം 4-ാം വാക്യം. ആ വാക്യമെങ്കിലും പലരും അംഗീകരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു വാക്യമെങ്കിലും അംഗീകരിക്കുന്നതല്ല. ആ വാക്യം എങ്കിലും തിരുത്തപ്പെട്ടില്ലെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. അറ്റ്ലീസ്റ്റ് ഒരു വാക്യം. ഈ വാക്യത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരിക. അത് തിരുത്തപ്പെട്ടാത്ത സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് ആ വാക്യത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ കൊള്ളാമെങ്കിൽ അത് നല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? എച്ചാഡ്, ECHAD. കുറിക്കുന്നവർക്ക് കുറിച്ച് വയ്ക്കാം. ECHAD എന്ന് ഇംഗ്ലീഷിൽ എഴുതാവുന്ന എച്ചാഡ് എന്ന ഹിബ്രു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എച്ചാഡ് എന്ന് പറഞ്ഞ ഹിബ്രു പദം എന്താ അതിന്റെ അർത്ഥം? ഐക്യത എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. തിരുത്തപ്പെട്ടില്ലെന്ന് എന്റെ മുസ്ലിം സഹോദരന്മാർ വിശ്വസിക്കുന്ന ഈ പുസ്തകത്തിലെ ഈ വാക്ക് തന്നെ ഐക്യത എന്നർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകത എന്നർത്ഥമല്ല. യൂണിറ്റി, നോട്ട് യൂണിറ്ററി. യൂണിറ്ററി എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഹിബ്രു പദം യാച്ചിഡ് എന്ന പദമാണ്. YACHIYD. തിരുത്തപ്പെട്ടില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വാക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. വേദപുസ്തകത്തിലെ തൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മനോഹരമായ ഒരു വാക്യമാണത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ വാക്ക് വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ ഉണ്ട്. വേറെ സ്ഥലത്തും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ക്ഷമിക്കണം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന് 24-ാം വാക്യം. ക്ഷമിക്കണം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന് 24-ാം വാക്യത്തിൽ മനുഷ്യനെയും സ്ത്രീയെയും ഒരുമിച്ചാക്കിക്കൊണ്ട് അവരിനി 2 അല്ല 1 ദേഹം അത്രേ ആകുന്നു എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുന്നത് യാച്ചിഡ് എന്ന പദമാണ്. ക്ഷമിക്കണം, എച്ചാഡ് എന്ന പദമാണ്. എന്ന് വെച്ചാൽ 2 ദേഹമായ ഭാര്യയും ഭർത്താവും ഇനി അവർ 2 അല്ല 1 പ്രഖ്യാപിക്കുന്ന ആ വാക്കെടുത്തുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ ദൈവത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. എത്രയോ മനോഹരമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ദൈവം ഒന്നാകുന്നു.
He is unity. ഐക്യതയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളുണ്ടോ? ഉണ്ട്. വേദപുസ്തകത്തിൽ ഇനിയും അനേക വാക്യങ്ങളുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ ആളുകളെ കാണിക്കുന്ന ഭാഗത്ത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മലനിരകളെ ഒന്നിച്ച് കാണിക്കുന്ന ഭാഗത്ത് 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ വേദപുസ്തകത്തിലെ ദൈവം ത്രിയേക ദൈവമാണ്. It is tri-unity. എന്നാൽ യാച്ചിഡ് എന്ന് പറയുന്ന ഏകകം എന്ന പദം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്, ധാരാളമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം നോക്കുക. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ, ഇസാക്കിനെ കുറിച്ച് പറയാ, നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ. ഇസ്മായിലിനെ കുറിച്ചല്ല പറയുന്നത്, ഇസാക്കിനെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം യാച്ചിഡ് എന്ന പദമാണ്. ഏകജാതനായ പുത്രൻ, ഒരേ ഒരു മോൻ. എന്താ അത് പറയാൻ കാര്യം? യാച്ചിഡ്. ധാരാളം ഉദാഹരണങ്ങൾ ഇനിയും കാണാൻ കഴിയും. ആ പദമല്ല വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പോലും ആ പദം ദൈവത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചിട്ടില്ല എന്നും കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പൊ പറയാവുന്ന ഒരു സാധ്യത, സാധാരണ കേൾക്കുന്ന മറ്റൊരു തമാശ, നമ്മൾ മലയാള പദത്തിൽ പഴയ നമ്പൂതിരിമാരും പഴയ രാജാക്കന്മാരും നാം നാം എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെയുള്ള പൂജക ബഹുവചനത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നാം എന്ന് പറയുന്ന പൂജക ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ത്രിയേകത്വത്തെ കാണിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പൂജക ബഹുവചനത്തെ കുറിച്ചുള്ള അജ്ഞതയാണ് അതിന് കാരണമെന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒരു രാജാവ് പറയുകയാണ്, സ്വയം ചിന്തിക്കുകയാണെന്ന് കരുതുക, നാം ചന്തയ്ക്ക് പോകട്ടെ, പറയൂ? ആരും പറയില്ല. ഇത് മറ്റു പൂജക ബഹുവചനമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. അത്രയും പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഇനി സമയമുള്ളതുകൊണ്ട് അതിന്റെ ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറച്ചും കൂടി ഉത്തരം പറയാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. നാം ഇവിടെ കാണുന്ന അനേക ബൈബിളിലെ തെറ്റുകളെ കുറിച്ച് നാം ഇവിടെ സാധാരണയായിട്ട് പറയാറുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലരെ കുറിച്ച് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. സാത്താനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മോശയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു അതുപോലെയുള്ളൂ എന്ന് സാധാരണ പറയാറുണ്ട്. ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അതിനൊരു പ്രധാന അർത്ഥമുണ്ട്. പ്രധാന അർത്ഥത്തിലാണ് ഭൂരിപക്ഷം പ്രാവശ്യവും സാധാരണയായിട്ട് നാം വാക്ക് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, കുറച്ച് വെള്ളം തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വരും? കള്ളു കൊണ്ടു തരുമോ? ഇല്ല, വെള്ളമേ തരുള്ളൂ. എന്നാൽ രാത്രി കുറച്ച് വെള്ളം അടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക. വെള്ളം അടിക്കാൻ ഞാൻ അടിക്കാറില്ല, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ വെള്ളം എന്ന് പറയുമ്പോൾ ഒന്നിൽ കള്ളായിട്ടും ഒന്നിൽ വെള്ളമായിട്ട് ഉപയോഗിക്കാമെന്ന് ആരും പറയാറില്ല. വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ ദൈവത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ എന്ന് പറയുന്നു. ഇവിടെ എൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, യാഹ്വേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപയോഗിക്കുന്ന എഡോനായ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ 3 വാക്കുകളും ഒരേ വാക്കിൽ വന്നതുകൊണ്ട് തന്നെ ഈ വാക്ക് സാധാരണമായിട്ട് ദൈവത്തെക്കുറിച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. സങ്കീർത്തനങ്ങൾ 45-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 110-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, എബ്രായ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ തുടങ്ങി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, മത്തായി 4-1, യോഹന്നാൻ 14-16 മുതൽ 26 വരെ, മത്തായി 28, 19, 20, 2 കൊരിന്ത്യർ 13, 14 തുടങ്ങി അനേകം ഉദാഹരണങ്ങളിലൂടെ വേദപുസ്തകത്തിൽ തന്നെ ത്രിയേക ദൈവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ദൈവത്തെ പിതാവായ ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്ന യോഹന്നാൻ 6:44-46, റോമർ 1:7, 1 പത്രോസ് 1:2, കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കുന്ന യെശയ്യാവ് 9:6, യോഹന്നാൻ 1:1, 20, 28, 1 തിമോഥെയോസ് 3:16, തീത്തോസ് 2:13, ഹെബ്രായർ 1:8. പരിശുദ്ധാത്മാവ് ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 5:3-4, ഹെബ്രായർ 9:13. ഒരു നീണ്ട നിരയെ നിങ്ങളുടെ മുമ്പിൽ നിരത്തുവാൻ എനിക്ക് കഴിയും. അതൊന്ന് മാറ്റിവെച്ച് ഒരൽപ്പം
ലോജിക്കലായിട്ട് യുക്തിസഹമായിട്ടൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ഒരു വട്ടം കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത് ഞാൻ മുൻപും ഒരു വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം സ്നേഹമാണെന്ന് നാം പറയുന്നുണ്ട്. ദൈവം വെളിപ്പെടുത്തുന്നവനാണെന്ന് ഖുറാനും സമ്മതിക്കുന്നുണ്ട്. ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഖുറാൻ കിട്ടിയത് തന്നെ. ദൈവം വെളിപ്പെടുത്തുന്ന ആ സ്വഭാവം, ദൈവം സ്നേഹിക്കുന്ന ഈ സ്വഭാവം ദൈവത്തിന് എവിടെ നിന്ന് കിട്ടി? എന്നു മുതൽ കിട്ടി? ദൈവം ഇതുവരെ ഇല്ലാത്ത ഒരു സൃഷ്ടിക്ക് ശേഷം മാത്രമാണ് ദൈവം സ്നേഹിച്ചു തുടങ്ങിയതെന്നോ, സൃഷ്ടി ഉണ്ടായതിനു ശേഷമാണ് ദൈവം വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞു തുടങ്ങിയാൽ ദൈവം കുറേശ്ശെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയേണ്ടതായിട്ട് വരും. വളരെ ബുദ്ധിമുട്ടുള്ള യൂണിറ്ററിനെസിന്റെ ഒരു പ്രോബ്ലമാണത്. എന്നാൽ വേദപുസ്തകത്തിലെ ഏകത്വം വളരെ മനോഹരമായി ഇത് വിവരിക്കുന്നുണ്ട്. മൂന്നാളത്വങ്ങൾ സാരാംശത്തിൽ ഏകത്വമായിരിക്കുമ്പോൾ നിത്യതയുടെ തുടക്കം മുതൽ എന്ന് പറയാമെങ്കിൽ നിത്യത മുതൽ നിത്യത വരെ അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ യുക്തിസഹമായ അവതരണം വേദപുസ്തകത്തിൽ കാണാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അല്പം കൂടെ മുൻപോട്ട് പോവുകയാണ്. പാപത്തെക്കുറിച്ചുള്ളതാണ് വേദപുസ്തകത്തിന്റെ ദൈവവിശ്വസിക്ക് ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുള്ള മറ്റൊരു പ്രശ്നം. അതിൽ തന്നെ ജന്മപാപം, പ്രശ്നങ്ങളോട് തന്നെ നേരെ കടക്കുകയാണ്. ജന്മപാപം, ഈ ജന്മപാപം എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? അതാരും അംഗീകരിക്കുന്നില്ല. ബൈബിളിലില്ല, ഖുറാനിലില്ല, ലോകത്തെവിടെയുമില്ല. ഇത് പുതിയത് കണ്ടുപിടിച്ചതാണ്, പൗലോസിന്റെ കണ്ടുപിടുത്തമാണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുകയുണ്ടായി. ഷാഹിദ് ബുഖാരി വോളിയം 4 506. When any human being is born, Satan touches him at both sides of the body with his 2 fingers. Except Jesus, the son of Mary, who Satan tried to touch but failed, for he touched the placenta cover instead. എന്താ ഷാഹിദ് ബുഖാരി പറയുന്നത്? ഏത് മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോഴും സാത്താൻ അവന്റെ വിരലുകൾ കൊണ്ട് ആ മനുഷ്യനെ തൊടുന്നുണ്ട്. ജനിക്കുമ്പോൾ അങ്ങനെ ജനിക്കുന്ന ലോകത്തിലുള്ള സകല മനുഷ്യരെയും സാത്താൻ തൊട്ടിട്ടുണ്ട് എന്ന് ഷാഹിദ് ബുഖാരി പറയുകയാണ്. അങ്ങനെ തൊടാത്ത ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു ആണെന്ന് കൂടെ ഷാഹിദ് ബുഖാരി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനേക്കാളും വലിയൊരു തെളിവ് നിങ്ങൾക്ക് വേണോ? സൂറ 7-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവിടെ മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് വിവരിക്കുകയാണ്. മനുഷ്യനെക്കുറിച്ച് വീഴ്ചയെക്കുറിച്ച് വിവരിച്ചിട്ടും ആദമിന്റെ വീഴ്ചയെക്കുറിച്ച് വിവരിച്ചിട്ട് അവൻ പാപം ചെയ്തതുകൊണ്ട് നഗ്നനായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കരുണാമനായ അള്ളാഹു അവന്റെ നഗ്നത മറയ്ക്കാൻ, അഥവാ പാപത്തിന്റെ പരിഹാരമായി, പാപത്തിന്റെ പരിണിത ഫലമാണല്ലോ നഗ്നത ഉണ്ടായത്, അതവിടെ തന്നെ പറയുന്നുണ്ട്. അതിന് പരിഹാരമായി അവന് വസ്ത്രം കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അത്രയും പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ആ സ്വരം ഒന്ന് സൂക്ഷിച്ചു വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് ആദമിന് മാത്രമല്ല അവന്റെ മക്കൾക്കും കൊടുക്കുന്നു. മക്കൾക്ക് പാപമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവർക്ക് കൊടുക്കുന്നത്? ന്യായമായിട്ട് ചോദിക്കുക. ഞാൻ ആരും വിമർശിക്കാൻ പറയുകയല്ല, ന്യായമായിട്ട് ചോദിക്കുക. ആദാമിന് അവന്റെ സന്തതികൾക്കും കൊടുക്കുന്നു. അപ്പൻ പാപം ചെയ്തതിന് മക്കൾക്ക് കൊടുക്കണോ? ആവശ്യമില്ല. ഖുർആൻ അംഗീകരിക്കുന്ന സത്യമാണ്. ആദാമിന്റെ പാപം മക്കളിലേക്കും പകരുന്നു. സൂറ 20 117. അവിടെ ആദാമിനോടും ഭാര്യയോടും സാത്താൻ എന്ന ആ അക്രമിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ 118 119 ആയത്തുകളിൽ പാപത്തിന്റെ പരിണിത ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് വിശപ്പുണ്ടാകും, രണ്ടാമത് നഗ്നത അവർക്കുണ്ടാകും, മൂന്നാമത് അവർ ദാഹിക്കും, നാലാമത് അവർ സൂര്യതാപമേൽക്കും എന്നിത്യാദി. അവിടെ നമ്പർ ഇട്ടിട്ടില്ല, ഞാൻ ഇട്ടതാണ് നമ്പർ. എന്നിത്യാദി കാര്യങ്ങൾ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്ന് അവിടെ ആയത്തിൽ വ്യക്തമാക്കുകയാണ്. എന്നിട്ട് 120 121 ആയത്തുകളിൽ സാത്താൻ അവരെ വഞ്ചിക്കുകയും അവർ ആ പാപത്തിൽ അകപ്പെടുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് 123 ആയത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ പറയാ, they were expelled from the garden with enmity one to another. അന്യോന്യം ശത്രുതയോടെ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അന്യോന്യം ശത്രുതയോടെ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആയത്ത് 124 പറയുകയാണ്, that too on the day of judgment only. അതായത് അവര് പിന്നീട് അള്ളാഹുവെ അംഗീകരിക്കുകയും അള്ളാഹുവിന് മുമ്പിൽ മുട്ടുകണക്കുകയും ചെയ്താൽ അവർക്കൊരു പരിഹാരം നൽകാം. എപ്പോഴാ?
ഡേ ഓഫ് ജഡ്ജ്മെന്റ്. സൂറ 16 61 സാർവത്രികമായ ജന്മപാപത്തെക്കുറിച്ചുള്ള ഒരു നിഴൽപ്പാട് നമുക്ക് കാണാൻ കഴിയും. ബുഖാരിയുടെ പ്രഖ്യാപനത്തിൽ തന്നെ മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് 70 വട്ടമെങ്കിലും ഒരു ദിവസം പാപം ചെയ്തിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന കാര്യം എന്താണ്? അത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാനല്ല ഞാൻ പറഞ്ഞത്. എന്താ സൂചിപ്പിക്കുന്നത്? എന്താ അത് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്ന കാര്യം ഇത്രമാത്രമാണ്: സാർവത്രികമായി സ്വാഭാവികമായി മനുഷ്യനിൽ പാപമുള്ളത് കൊണ്ടാണ്. നബിയെ പോലുള്ള ഒരാൾക്ക് അത്രയും പാപമുണ്ടെങ്കിൽ അതിന് ഉദ്ദേശം എന്താ? അദ്ദേഹത്തെ കുറ്റം പറയണ്ട. സാർവത്രികമായി ലോകത്തിൽ പാപമുണ്ട് എന്നതിനെ കാണിക്കുന്നു. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് അത്. അതിന്റെ ലോജിക്കിലേക്ക് കടക്കാൻ സമയമില്ല. പക്ഷേ വേദപുസ്തകത്തിലെ സുവിശേഷത്തിലേക്ക് അഥവാ രക്ഷയിലേക്ക് എനിക്കിത് പറയാൻ നിവൃത്തില്ല. കർത്താവായ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും അവനെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഏത് പാപിക്കും, എത്ര വലിയ പാപിക്കും, അവന്റെ പാപം കടുംചുവപ്പായിരുന്നാൽ പോലും രക്തം പോലെ വെളുപ്പിക്കാം, അവന്റെ ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. അവന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ദൈവത്തിനൊരു പരിഹാരമുണ്ട്, വേദപുസ്തകത്തിനൊരു പരിഹാരമുണ്ട്. വേദപുസ്തകത്തിന് ഏറ്റവും വലിയ ദൈവികതയുടെ ഏറ്റവും വലിയ പര്യായം എന്താണെന്ന് ചോദിച്ചാൽ, പാപിയായ മനുഷ്യന് രക്ഷയ്ക്കുള്ള ഒരു മാർഗം കൃത്യമായി പറയുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നു. ചെയ്യേണ്ടത് ഇത്രമാത്രം: യേശുക്രിസ്തുവിനുള്ള പാപമരണത്തിൽ വിശ്വസിക്കുകയും അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് തങ്ങളുടെ ജീവിതത്തെ അവന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്ത ആർക്കും ജാതി, മത, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ദൈവത്തിൽ നിന്നുള്ള വലിയ ആശ്വാസവും പാപപരിഹാരവും മോക്ഷവും ലഭിക്കും എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കത് സാവകാശം പിന്നീട് ചർച്ച ചെയ്യാം. പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. വേദപുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല. ഇത് വിശ്വസിക്കുവാൻ, ഏകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, ഏറ്റവും ഉത്തമമായ വേദപുസ്തകത്തെ മനസ്സിലാക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ ശ്രദ്ധയോടെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് ഒരാൾ സംസാരിക്കും. ശ്രീ അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഅയ്ദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, ശ്രീമാൻ വർഗീസ് മാളിക്കലിന്റെ നേതൃത്വത്തിൽ വന്ന ക്രൈസ്തവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ ചർച്ചയുടെ വിഷയം ബൈബിളിന്റെ ദൈവികതയാണ്. ബൈബിൾ ദൈവികമാണോ എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഇവിഷയകമായ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് വളരെ സംക്ഷിപ്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്മാർക്ക് ദൈവം തമ്പുരാൻ വെളിപാടുകൾ നൽകിയിട്ടുണ്ട് എന്ന്, ആ വെളിപാടുകളുടെ സമാഹാരമാണ് വേദഗ്രന്ഥമെന്നും പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 213-ാമത്തെ വചനത്തിൽ ഈ വേദഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെല്ലാം 100% ദൈവികമായിരുന്നു എന്ന കാര്യം ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതിൽ വിശ്വസിക്കേണ്ടത്, അവ ദൈവികമാണ് എന്ന് അംഗീകരിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നും പറയുന്നു. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 84-ാമത്തെ വചനം. പിന്നെ പ്രവാചകന്മാരിൽ ചിലർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളെ പ്രത്യേകമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ഏടുകളെക്കുറിച്ച് ഖുർആൻ 87-ാമത്തെ അധ്യായം സൂറത്തുൽ അഅ്ലായിലെ 17-18 വചനങ്ങളിലും
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ തൗറാത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ വചനത്തിലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ സബൂറിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 55-ാമത്തെ വചനത്തിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ഇഞ്ചീലിനെ പറ്റി ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 46-ാമത്തെ വചനത്തിലുമെല്ലാം നമുക്ക് കാണാം. ഇങ്ങനെ മുൻപുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അവ ദൈവിക വചനങ്ങളായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഖുർആൻ പക്ഷേ പറയുന്നൊരു കാര്യം ഈ വേദഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്തിയെന്നല്ല, മറിച്ച് ഈ വേദഗ്രന്ഥങ്ങളെ പിന്നിലേക്ക് വലിച്ചെറിയുകയും സ്വന്തം കൈകൾ കൊണ്ട് ചില പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കി അത് ദൈവികമാണ് എന്ന് പറയുകയും ഈ വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളെയും മാനുഷിക വചനങ്ങളെയും കൂട്ടിക്കലർത്തി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത പുരോഹിതന്മാരുടെ നിലപാടിനെയാണ് പരിശുദ്ധ ഖുർആൻ ചോദ്യം ചെയ്യുന്നത്, എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഖുർആനിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക. ബൈബിളിലെ 66 പുസ്തകങ്ങൾ, എന്റെ ബഹുമാന്യനായ വർഗീസ് മളിയക്കലും നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം മുതൽ വെളിപാട് പുസ്തകത്തിൽ അവസാനത്തെ വചനം വരെയുള്ള വചനങ്ങൾ. ഈ വചനങ്ങളിൽ ദൈവിക വചനങ്ങളുടെ കൊട്ടേഷൻസ്, ഉദ്ധരണികൾ ഉണ്ട് എന്നും ആ പടച്ചതമ്പുരാൻ പ്രവാചകന്മാർക്ക് നൽകിയ വെളിപാടുകളുടെ ഭാഗം അതിലുണ്ട് എന്നും, എന്നാൽ ഈ പുസ്തകങ്ങൾ മൊത്തത്തിൽ ദൈവികമല്ല എന്നുമാണ് മുസ്ലിങ്ങളുടെ വാദം, പരിശുദ്ധ ഖുർആനിന്റെ വാദം. ഈ പുസ്തകങ്ങളിൽ മാനുഷിക വചനങ്ങളും ദൈവിക വചനങ്ങളുമെല്ലാം കൂടിക്കലർന്ന് സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് ദൈവികം ഏതല്ല എന്ന് തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത അവസ്ഥയുള്ളതുകൊണ്ട് തന്നെ കൃത്യമായി ദൈവികമായി പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അതിനെ സത്യാസത്യ വിവേചകമാക്കി മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ പരിശോധിക്കുവാനുള്ള കൃത്യമായ മാനദണ്ഡമാക്കി ആ ദൈവിക വെളിപാട് എന്ന് 100% ഉറപ്പുള്ള ഈ വെളിപാടിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ പുതിയ നിയമ പുസ്തകങ്ങളെ സ്വീകരിക്കുക തിരസ്കരിക്കുക എന്ന നിലപാടാണ് മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നാമതായി തന്നെ ഒരു ഭൗതികവാദിയോട്, യുക്തിവാദിയോട്, ഒരു നിരീശ്വരവാദിയോട് ബൈബിൾ ദൈവികമാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമല്ല നമുക്കാവശ്യം. തീർച്ചയായും അതിൽ വചനങ്ങളുണ്ട്, ദൈവിക വചനങ്ങളുണ്ട്, എന്നാൽ മാനുഷിക വചനങ്ങളുമുണ്ട്. എന്തുകൊണ്ട് ബൈബിൾ ദൈവികമല്ല എന്ന് നാം വിശ്വസിക്കുന്നു? ഇതിന് 10 കാരണങ്ങളുണ്ട്. 10 കാരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കുവാനുള്ളത്. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ഒന്നാമതായി, ബൈബിളിൽ എവിടെയും ഇത് ദൈവികമാണ് എന്ന പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതില്ല എന്നതുകൊണ്ടൊരു ഗ്രന്ഥം ദൈവികമായിക്കൂടെ? തീർച്ചയായും ആകാം. പക്ഷേ ഒന്നാമതായി ആ ഗ്രന്ഥത്തിന് അത്തരമൊരു അവകാശവാദമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനൊരു അവകാശവാദം ബൈബിളിലെ ഇപ്പറഞ്ഞ 66 പുസ്തകങ്ങളിൽ ഏതിലെങ്കിലും, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ ദൈവികമാണ് എന്ന ഒരു അവകാശവാദം കാണാൻ സാധ്യമല്ല. രണ്ടാമതായി, വെളിപാട് ദൈവം തമ്പുരാൻ നൽകിയതായി ബൈബിളും ഖുർആനും സമ്മതിക്കുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ അതേ രൂപത്തിൽ അതിന്റെ പരിശുദ്ധിയോടുകൂടി സംരക്ഷിക്കപ്പെട്ടതായി ഇന്നത്തെ ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. അഥവാ മോശെ പ്രവാചകന് ദൈവം തമ്പുരാൻ നിയമപുസ്തകം ന്യായപ്രമാണം നൽകിയെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ആവർത്തന പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു, മോശെ ന്യായപ്രമാണം, നിയമം, തോറ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു, ഇസ്രായേലർക്ക്. ആ മോശ വിശദീകരിച്ച തോറ മാനുഷികമായ കരവിരുതുകളിൽ നിന്ന് മുക്തമായി ഇന്ന് ലഭ്യമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം.
ലൂക്കോസിന്റെയോ അല്ല. യേശു പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷം അതിന്നുണ്ടോ? ഇന്നില്ല. അത് നഷ്ടപ്പെട്ടു പോയി. ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദിമ സുവിശേഷം മാർക്കോസും ലൂക്കോസുമെല്ലാം സ്രോതസ്സായി സ്വീകരിച്ചിട്ടുള്ള ആദിമ സുവിശേഷം, യേശുവിന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ് വ്യക്തമായി പ്രകടിപ്പിക്കുന്ന ആദിമ സുവിശേഷം, അതേ കുരിശീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത, പീഡാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത ആദിമ സുവിശേഷം, യാക്കോബ് ലേഖനം എഴുതുമ്പോൾ യാക്കോബിന് ആകെ പരിചയമുണ്ടായിരുന്ന ആദിമ സുവിശേഷം, ആ ആദിമ സുവിശേഷം നഷ്ടപ്പെട്ടു പോയി. ചുരുക്കത്തിൽ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഇന്ന് പുസ്തകങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. മൂന്നാമതായി ബൈബിളിന്റെ ദൈവീകതയെ ഞാൻ സംശയിക്കുന്നത്, മൂന്നാമത്തെ കാരണം പരിശുദ്ധ ഖുർആനിൻ ദൈവീകതയെ, ഒരു ഗ്രന്ഥത്തിന്റെ ദൈവീകത അളക്കുവാൻ വേണ്ടി ഉള്ളൊരു മാനദണ്ഡം പറയുന്നുണ്ട്. ആ മാനദണ്ഡത്തിന്റെ വെളിച്ചത്തിലാണ് ഖുർആന്റെ മാനദണ്ഡം, ഖുർആനെ കുറിച്ചുള്ള മാനദണ്ഡമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനമാണ്. അഥവാ അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ദൈവികമാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാനദണ്ഡം തീർച്ചയായും വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏകനായ ദൈവം തമ്പുരാന്റെ ഇൻസ്പിരേഷൻ, ഏകനായ ദൈവം തമ്പുരാന്റെ നിവേശനം വഴിയാണ് ബൈബിളിലെ 66 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ യാതൊരു വൈരുദ്ധ്യവും കാണാൻ പാടില്ലായിരുന്നു. എന്നാൽ നൂറുകണക്കിന് വൈരുദ്ധ്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഉദ്ധരിച്ച് നമ്പർ പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല ലിസ്റ്റുണ്ട്. ഒരു വളരെ അടുത്തുള്ള ബൈബിളിലെ 2 പുസ്തകങ്ങൾ, 2 രാജാക്കന്മാർ, 2 ദിനവൃത്താന്തം, 2 അടുത്തടുത്ത പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങൾ തമ്മിലുള്ള ബൈബിൾ പഴയ നിയമത്തിലെ വൈരുദ്ധ്യങ്ങൾ മാത്രം എടുത്തു നോക്കുക നിങ്ങൾ. അത് തന്നെ നൂറുകണക്കിന്. ഒരെണ്ണം നോക്കുക നിങ്ങൾ, 2 രാജാക്കന്മാർ 24-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനം എടുത്ത് പരിശോധിക്കുക. യഹോയാക്കീം ഭരണമേറ്റ സമയത്ത് അവന് വയസ്സ് 18. ഇതേ കാര്യം 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പറയുമ്പോൾ അവന് 8 വയസ്സേയുള്ളൂ. 10 വയസ്സ് പോയി. എവിടെ പോയി? അത് എഴുത്തുകാരുടെ അഭിപ്രായ വ്യത്യാസമാണ്, സ്വാഭാവികം. ഇതേപോലെ തന്നെ അഹസ്യാവ് രാജാവായ സമയത്ത് എത്ര പ്രായമുണ്ടായിരുന്നു? നമ്പർ ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാമെന്നുള്ള നിലക്കാണ്. എത്ര പ്രായമുണ്ടായിരുന്നു? 22 വയസ്സ് എന്ന് 2 രാജാക്കന്മാർ. എന്നാൽ ശാമുവേലിന്റെ അഭിപ്രായത്തിൽ 42 വയസ്സാണ്. ദിനവൃത്താന്തത്തിന്റെ അഭിപ്രായത്തിൽ 42 വയസ്സാണ്. തീർച്ചയായും ഇതേപോലെ പഴയ നിയമത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ. ഈ വൈരുദ്ധ്യങ്ങൾ അതിന്റെ ആശയത്തെ ബാധിക്കുമോ ഇല്ലേ എന്നതല്ല പ്രശ്നം, മറിച്ച് ഇത് ദൈവികമാണോ എന്ന പരിശോധനയിൽ വൈരുദ്ധ്യങ്ങൾ ഏറെ പ്രസക്തമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം വൈരുദ്ധ്യം പറയില്ല. യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും പുതിയ നിയമത്തിൽ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ്. നമുക്കറിയാം, യേശുവിന്റെ വംശാവലി മുതൽ ആരംഭിക്കുന്ന വൈരുദ്ധ്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം മുതൽ യേശുവിന്റെ വംശാവലിയാണ്. വംശാവലി ഇല്ലാത്ത വ്യക്തിക്ക് വംശാവലി കൽപ്പിച്ചു കൊടുക്കുക എന്ന വിഡ്ഢിത്തമാണ് മത്തായിയും ലൂക്കോസും ചെയ്തത് എന്ന കാര്യം തൽക്കാലം നമുക്ക് മറക്കുക. പക്ഷേ അവർ രണ്ടുപേരും എടുത്ത വംശാവലിയുടെ സ്രോതസ്സുകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും യേശുവിനെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ തക്കവണ്ണം ഒരുക്കി അവതരിപ്പിക്കുകയായിരുന്നു എന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പറ്റിയ തെറ്റ്. ഒന്നാമതായി യേശുവിന്റെ ദാവീദിന്റെ മകനായ സോളമന്റെ പുത്രപാരമ്പര്യത്തിൽ ആണ് യേശുവിന്റെ പിതാവായ യോസേഫ് ജനിച്ചത് എന്നാണ് മത്തായിയുടെ പക്ഷം. എന്നാൽ നാഥാന്റെ പുത്രപാരമ്പര്യത്തിലാണ് എന്ന് ലൂക്കോസിന്റെ പക്ഷം. ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 6 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 23 മുതൽ 32 വരെയുള്ള വചനങ്ങൾ കാണാൻ കഴിയും. രണ്ടും തമ്മിൽ എത്രയെത്ര വ്യത്യാസമെന്ന്. ഇത് രണ്ട് വംശാവലിയാണ് രണ്ടുപേരുടെ. യേശുവിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന യോസെഫിന്റെ പിതാവാരാണ്? ഹേലിയാണ് എന്ന് ലൂക്കോസിന്റെ പക്ഷം, യാക്കോബാണ് എന്ന് മത്തായിയുടെ പക്ഷം. രണ്ടും തമ്മിലുള്ള ലിസ്റ്റിൽ ഒരു സ്ഥലത്ത് 28 പേർ, മറ്റൊരു സ്ഥലത്ത് 43 പേർ. എങ്ങനെയുണ്ടായി? രണ്ടുപേരും 2 സ്രോതസ്സുകളെ ആശ്രയിച്ചു. തീർച്ചയായും ദൈവനിവേശിതമായ ഒരു ഗ്രന്ഥത്തിൽ ഇതുണ്ടായിക്കൂടാ. യേശുവിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നിടത്തും ഗൗരവതരമായ അബദ്ധങ്ങൾ പറയുന്നുണ്ട് സുവിശേഷങ്ങൾ.
യേശു സ്വയം പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. യേശു വൈരുദ്ധ്യം പറയുകയില്ല, ഒരിക്കലും പറയില്ല. യേശു പറഞ്ഞു എന്ന് യോഹന്നാൻ പറയുന്നു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം തെറ്റാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനം. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം സത്യമാണ്. ഇതേ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം. എന്തേ? യോഹന്നാൻ ആദ്യം എഴുതിയത് പിന്നെ മറന്നു. സ്വാഭാവികം, മനുഷ്യനാണ്, മറവി പറ്റും. പക്ഷേ ദൈവത്തിന് പറ്റാവോ? അവിടെയാണ് പ്രശ്നം. യേശുവിന്റെ ക്രൂശീകരണമാണ് സുവിശേഷങ്ങളുടെ പൊതുവായ ഒരു പ്രമേയം. ആ ക്രൂശീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിലും ക്രൂശീകരണം വിശദീകരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക. അവസാനമായി യേശു പറഞ്ഞത് എന്ത് എന്ന് പറയുന്നിടത്ത് വരെ വൈരുദ്ധ്യം. യേശു പറഞ്ഞത് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്ന് മത്തായി പറയുമ്പോൾ തലചായ്ച്ച് നീർപ്പഞ്ഞിന്റെ മുക്കിയ വിനാഗിരി സ്വീകരിച്ച് തലചായ്ച്ച് എല്ലാ നിവൃത്തിയായി എന്ന് പറഞ്ഞ് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് യോഹന്നാന്റെ പക്ഷം. ഏത് പക്ഷം ശരി, വിഷയം മറ്റൊന്ന്. പക്ഷേ ദൈവത്തിന്റെ ഇടപെടലാണോ ഇവിടെ? വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബൈബിളിന്റെ ദൈവികതയെ സംശയിക്കുന്നത് ബൈബിളികമായ അടിസ്ഥാനത്തിലാണ്. ഒന്നാമതായി, പ്രവചനങ്ങളുടെ സത്യത പരിശോധിക്കാൻ ബൈബിൾ നൽകുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം. ഒരു പ്രവാചകൻ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരുന്നാൽ അയാൾ പറഞ്ഞത് തോന്നിയാസപാട്, പ്രവചനമല്ല എന്ന് മനസ്സിലാക്കണം. ഇത് മോശെ പ്രവാചകന് ദൈവം തമ്പുരാൻ നൽകിയ വെളിപാടായി ആവർത്തന പുസ്തകം പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും പ്രവചനങ്ങൾ ബൈബിളിലെ പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളും തെറ്റിയിട്ടുണ്ട്. അത് എടുത്തുദ്ധരിക്കുവാൻ സമയമില്ല. യേശുക്രിസ്തു പറഞ്ഞതായി പറയുന്ന പ്രവചനം, നഊദുബില്ല, യേശു ഒരിക്കലും ഒരു പ്രവചനം പറഞ്ഞ് തെറ്റിയെന്നൊരു മുസ്ലിം വിശ്വസിക്കുന്നില്ല. മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനുമെല്ലാം യേശുവിന്റെ പേരിൽ ആരോപിച്ച പ്രവചനം അത് തെറ്റി. നമുക്ക് കാണാൻ കഴിയും. പലതവണ, ഒരു തവണയല്ല. നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം, അതേപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം, അതേപോലെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 27-ാമത്തെ വചനം. പക്ഷേ ഇവിടെ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വചനമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഈ വചനങ്ങളിൽ പറയുന്നു, മനുഷ്യപുത്രൻ അവന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോൾ മരിക്കാതെയുള്ള ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട്. മരിക്കാത്തവർ യേശു ജീവിച്ചിരുന്ന സമയത്ത് യേശുവിന്റെ 2ാം വരവ് നടക്കുമ്പോൾ മരിക്കാതെ ബാക്കിയാകുന്ന ചിലരുണ്ടിവിടെ. ഉണ്ടോ? ഇല്ല, സത്യം. പക്ഷേ യേശുവിന്റെ പ്രവചനം തെറ്റിയോ? തെറ്റിയില്ല. യേശു പറഞ്ഞില്ല, ഇവർ ആരോപിച്ചതാണ്. ഒന്നല്ല, പലതവണ. ഇനിയും പറയുന്നു മത്തായി 19-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ യേശുവിന്റെ പേരിൽ ആരോപിക്കുന്നു. ഈ 12 ശിഷ്യന്മാർ യേശുവിന്റെ ആ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ആഗമനാകുമ്പോൾ ഈ 12 ശിഷ്യന്മാർ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് ന്യായം വിധിക്കും. ജൂദാസ് അടക്കമുള്ള 12 ശിഷ്യന്മാർ, ജൂദാസ് ഇസ്കാരിയോത്ത്, യേശു